ശ്രീ ബി ഗോപാലകൃഷ്ണൻ നോക്കൂ, ഇവിടെ RSS അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്ന ഒരു ചിത്രത്തിൻ്റെ പേരിൽ തുടങ്ങിയ പൂവിലാണ് ഇന്നും സമരമാണ്. ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെ മിനി കാപ്പൻ അധികാരം, വൈകിട്ടപ്പോൾ അനിൽകുമാർ അധികാരം, ഇപ്പോൾ ഈ സമയമാകുമ്പോഴും അനിൽകുമാർ അധികാരം എടുത്ത് മാറ്റപ്പെടുന്നു. കുട്ടികൾ വഴിയാധാരമാവുകയാണ്. ഇടപെടേണ്ട രാജ്ഭവൻ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ്. രാജ്ഭവൻ ഉത്തരവാദിത്വം ഉണ്ടോ ശ്രീ ബി ഗോപാലകൃഷ്ണൻ ഇടപെടാൻ? നിങ്ങളുടെ ആദ്യത്തെ തന്നെ പറച്ചിൽ തന്നെ തെറ്റല്ലേ? നിങ്ങൾ ആരാധിക്കുന്ന ചിത്രം ആരെയും നിങ്ങൾ RSSകാരാണോ? ഈ രാജ്യത്തിലെ രാജ്യസ്നേഹികളായിട്ടുള്ള മുഴുവൻ ജനങ്ങളും ആരാധിക്കുന്ന ചിത്രമാണ് സാർ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ താല്പര്യമില്ലാത്ത ആളുകൾ ധാരാളം ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ കേരള ഹൈക്കോടതി പറഞ്ഞത് ഭാരതമാതാവിൻ്റെ ചിത്രത്തെ എതിർക്കേണ്ടത് ആരാണ്? ഭാരതമാതാവിൻ്റെ ചിത്രത്തെ എതിർക്കുന്നത് ഭാരത വിരോധികളാണ്. അതിനപ്പുറം നിങ്ങൾ ആരാധിക്കുന്ന ചിത്രം ഇവിടെ ആരാധിക്കുന്നു? ഇത് ആരാധിക്കല്ലല്ലോ. ഭാരതമാതാവിൻ്റെ ചിത്രം എന്ന് പറയുന്നത് ഒരു സാങ്കല്പികമായ മാനസികമായ ഒരു ബിംബം മാത്രമാണ്, ഒരു മാനസിക പ്രതിരൂപമാണ് ഭാരതം എന്നത്. അത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സങ്കല്പമായിരുന്നു, വിവേകാനന്ദൻ്റെ സങ്കല്പമായിരുന്നു. അത് ഇന്ത്യയിലെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെയും അതിനുശേഷം വന്നിട്ടുള്ള മുഴുവൻ ദേശസ്നേഹികളുടെയും സങ്കല്പമായിരുന്നു. അതിലെന്ത് RSSൻ്റെ ബിംബം? ആ പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇതൊരു നോൺ ഇഷ്യൂ അല്ലേ മിസ്റ്റർ? താങ്കളൊരു SFI പ്രവർത്തകനായിട്ട് പ്രവർത്തിച്ചു വന്നയാളല്ലേ? ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ SFI ഒക്കെ എടുക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളുടെ വിഷയമാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ SFI എന്ന് പറയുന്ന സംഘടന ഒരു വിദ്യാർത്ഥിയുടെ വിഷയം എടുത്തിട്ടുണ്ടോ? വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ടൊരു വിഷയം എടുത്തിട്ടുണ്ടോ? ഇവിടുത്തെ DYFI യുവജനങ്ങളുമായി ബന്ധപ്പെടുന്നൊരു വിഷയം എടുത്തിട്ടുണ്ടോ? ഇതൊരു നോൺ ഇഷ്യൂ അല്ലേ? ഇതെന്ത് ഇഷ്യൂവാ? സത്യസന്ധമായിട്ട് ഞാൻ താങ്കളെപ്പോലുള്ളൊരു ആങ്കർ സത്യസന്ധമായി പറയുകയാണെങ്കിൽ, ഈവൻ പഴയ SFIക്കാരനാണെങ്കിൽ പോലും താങ്കളോട് ഞാൻ ചോദിക്കുക, ഇത് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം എടുക്കേണ്ട വിഷയമാണോ? ആണോ? അങ്ങനെയാണെങ്കിൽ ഇതാണോ എടുക്കേണ്ടത്? എത്രയോ വിദ്യാർത്ഥികളുടെ വിഷയമുണ്ട് ഈ നാട്ടിൽ. ഞാൻ ചോദിക്കട്ടെന്ന്, ഒരു പാവപ്പെട്ട സ്ത്രീ, താങ്കളടക്കം എന്തുമാത്രം ഈ ചാനലിൽ സംസാരിച്ചു? താങ്കളടക്കം കേരളത്തിലെ മാധ്യമപ്രവർത്തകരെല്ലാം ശക്തമായി പ്രതികരിച്ചില്ലേ? നടന്ന് കയറിപ്പോയ ഒരു സ്ത്രീ പെട്ടിയിലായിട്ട് തിരിച്ചു വന്നില്ലേ? ഇവിടുത്തെ SFIയോ ഇവിടുത്തെ DYFI പ്രതികരിച്ചോ? അപ്പോൾ പ്രതികരിക്കാൻ ഇവർക്ക് വിഷയമൊന്നുമില്ല. ജനങ്ങളുടെ ഇടയിൽ ഒറ്റപ്പെടുകയാണ്. ജനങ്ങളിൽ നിന്ന് രക്ഷ നേടണം. 1985 ഇതേപോലെ അവർ ഒരു സമരം നടത്തി. ആ സമരത്തിൻ്റെ ഗുണം അവർക്ക് 87 95 ഇതേപോലത്തെ ഒരു വിഷയമുണ്ടായി. പ്രീ ഡിഗ്രി ബോർഡിൻ്റെ വിഷയമുണ്ടായി, സ്വാശ്രയ വിഷയമുണ്ടായി. ഇവരധികാരത്തിൽ വന്നപ്പോൾ ഈ 2 വിഷയത്തിലും ഇവരെടുത്ത നിലപാടെന്ത് എന്ന് വേറെ ചിന്തിക്കണം. അത് സൂചിപ്പിക്കുന്നില്ല. പക്ഷെ എൻ്റെ ചോദ്യം, ഇന്നത്തെ നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ വിഷയമായാലും ശരി, പിണറായി വിജയൻ അമേരിക്കയിൽ പോയ വിഷയമായാലും ശരി, പിണറായി വിജയൻ്റെ മകളും പിണറായി വിജയനും ചേർന്നുണ്ടാക്കിയിട്ടുള്ള അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയമായാലും ശരി, ഈ ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ജനരോഷം ആളി നിൽക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ തെരുവിൽ ഈ വിദ്യാർത്ഥികളെ ഇറക്കുകയല്ലേ? അല്ലാണ്ട് ഈ വിദ്യാർത്ഥികൾക്ക് ഈ വിഷയത്തിൽ എന്ത് താല്പര്യം? ഇതൊരു നോൺ ഇഷ്യൂ അല്ലേ? ഞാൻ വേറെ 1-2 കാര്യം ഞാൻ വരുന്നതിന് മുമ്പ് താങ്കൾ പറയുന്നത് കേട്ടു. RSSന് കൊടുക്കാൻ പാടില്ല. എന്താ RSS നിരോധിക്കപ്പെട്ട സംഘടനയാണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ജനാധിപത്യ പ്രക്രിയയിൽ, ജനാധിപത്യ മര്യാദയിൽ, ജനാധിപത്യ രീതിയിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം, ഇന്ത്യക്ക് വെളിയിൽ 10-32 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം, ഇന്ത്യയിലെ രാഷ്ട്രപതിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിമാരും RSS പ്രവർത്തകരാണ്. ഇനി കേരളത്തിലെ ഗവർണർ RSS ആയി എന്നുള്ളതാണ്. ജനാധിപത്യ തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ടോ അടക്കമുള്ള ആളുകൾക്ക് ഒറ്റ മിനിറ്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു സെക്കൻഡ്, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടുത്തെ ഗവർണർ വളരെ ശക്തമായ RSS ആണെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, കോൺഗ്രസിൻ്റെ പ്രതിനിധിയോട്, ഇനി വരാൻ പോകുന്ന എല്ലാ ഗവർണർമാരും RSS തന്നെയാവും. അതിനകത്തൊരു സംശയമില്ല. കാരണം നിങ്ങൾക്ക് ഇനി കേന്ദ്രത്തിലെ അധികാരം കിട്ടുക എന്ന് പറയുന്നത് സ്വപ്നം മാത്രമായിരിക്കും. അതുകൊണ്ട് RSSകാർ ഗവർണറാവുന്ന വിഷമം വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. തെറ്റാണെങ്കിൽ തെറ്റ് പറ. താങ്കൾ തുടക്കത്തിൽ എന്നോട് ചോദ്യം എന്തുകൊണ്ടാണ് നിങ്ങൾ മാത്രം ആരാധിക്കുന്ന ചിത്രമെന്ന് ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന കാവിക്കൊടി പിടിച്ച നിങ്ങളുടെ ആ സങ്കല്പത്തിന്റെ പിന്നിൽ ഒരു ഭൂപടമുണ്ട്. പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ഉള്ളൊരു ഭൂപടമാണ് ആ ഭൂപടം. അത് ആരുടെ ഭൂപടമാണ്? അതിനെ മറ്റാര് നെഞ്ചേറ്റുന്നു? നിങ്ങളല്ലാതെ. അതിനെ ആർക്ക് അംഗീകരിക്കാൻ കഴിയും നിങ്ങൾക്കല്ലാതെ? ബി ഗോപാലകൃഷ്ണൻ.
അത് വാസ്തവത്തിൽ നിങ്ങൾ ഇത്രയുമായിട്ടും തങ്ങളെ പോലെയുള്ള ഒരാൾ ഇങ്ങനെ പറയും. എൻ്റെ പൊന്നു സുഹൃത്തെ, അത് ഭൂപടമല്ല. എന്താണ് അത് ഭൂപടമാണെന്ന് പറയുന്നത് നിങ്ങളെ പോലെയുള്ള ആളുകളാണ്. പിന്നെന്താണ് അതൊരു സാങ്കല്പിക അല്ല. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത പറയല്ലേ. അതൊരു സാങ്കല്പിക ചിത്രമാണ്. ആ സാങ്കല്പിക ചിത്രത്തിൽ പാകിസ്ഥാൻ ഉണ്ടോ, ബംഗ്ലാദേശ് ഉണ്ടോ? ഈ പറയുന്ന ശത്രു രാജ്യത്തിനെ ഒക്കെ ചേർത്ത് വെച്ച സാങ്കല്പിക ചിത്രം നിങ്ങളല്ലാതെ ആര് നെഞ്ചേറ്റുന്നു? ബി ഗോപാലകൃഷ്ണൻ, നിങ്ങൾ മാത്രമേ നെഞ്ചേറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് അത് RSSന്റെ ചിത്രമാണ്, RSSന്റെ സങ്കല്പമാണ്. ഞാനെന്ന് പറയണത് അല്ലാന്ന് അതിനകത്ത് നിങ്ങളൊന്ന് പറഞ്ഞ കേൾക്കൂ. ചോദിക്കുന്നതിന് ഉത്തരം പറയുന്നതിന് നിങ്ങൾ കിടന്ന് ബഹളം വെക്കുന്നതായി. അതൊരു സാങ്കല്പികമായ വസുദൈവ കുടുംബകം എന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു സങ്കല്പമാണ്. ഈ വസുദൈവ കുടുംബം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും ഒന്നാണ്, സർവ്വചരാചരങ്ങളും ഒന്നാണ്. അതാണ് ഭാരതത്തിൻ്റെ സങ്കല്പം, അതാണ് അദ്വൈത സങ്കല്പം. സർവ്വചരാചരങ്ങളും ഒന്നാണ്. ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും ഇവിടുത്തെ ഓരോ പ്രാണികളും മരങ്ങളും അടങ്ങുന്ന എല്ലാം ഒന്നാണ് എന്ന സങ്കല്പമാണ്. അതുകൊണ്ട് ഈ ഭൂമിയെ ഒരു മാതാവായി കാണുകയാണ്. ഭൂമിയെ മാതാവായി കാണുന്നത് തെറ്റാണോ? ഭൂമിയെ മാതാവായി കാണുക അല്ല അവിടെ ചെയ്യുന്നത്. നിങ്ങൾ പറയുന്ന ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള അവിടെ ഭൂമിയെ മാതാവായി കാണുക അല്ല ചെയ്യുന്നത്. അതിലൊരു ഭൂപടത്തിന്റെ താഴ്ഭാഗവും അതിന്റെ മുകളിൽ നിങ്ങൾ പറയുന്ന പാകിസ്ഥാനും ബംഗ്ലാദേശും അടങ്ങുന്ന സങ്കല്പവുമാണ്. ആ സങ്കല്പം നിങ്ങളുടെ സങ്കല്പമാണ് ബി ഗോപാലകൃഷ്ണൻ. ആ സങ്കല്പം നിങ്ങളുടെ മാത്രം സങ്കല്പമാണ്. അങ്ങനെ ഒരു സങ്കല്പം ഇവിടെ വേറെ ആർക്കും ഇല്ല. നമുക്ക് നിയതമായ ഭൂപടമുണ്ട്, നമുക്ക് നിയതമായ സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങൾക്കപ്പുറം ഒരു രാജ്യം നമ്മൾ ചേർക്കുന്നില്ല ബി ഗോപാലകൃഷ്ണൻ, ജനാധിപത്യപരമായി. അത് നിങ്ങളുടെ സങ്കല്പമാണ്. അത് ഞാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ പൊന്നു സുഹൃത്തെ, നിങ്ങൾ ഇനി ചാനലിൽ ഇരുന്നിട്ട് നിങ്ങളുടെ സങ്കല്പ ഭൂമിയെ മാതാവായി കാണുന്ന വിശാലമായ ഒരു സങ്കല്പം, അതാണ് ഭാരതത്തിൻ്റെ സങ്കല്പം. ആ സങ്കല്പത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയാണ് അഖണ്ഡമായ ഒരു ഭാരത സങ്കല്പം എന്ന് വെക്കുന്നത്. അതൊരു പൊളിറ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അക്കാഡമിക് ആയിട്ടുള്ള ഭൂപടമല്ല. ഇത് പല പ്രാവശ്യം സൂചിപ്പിച്ചതാണ്. അക്കാഡമിക്കലാണെങ്കിലും അല്ലാത്ത ഭൂപടമാണെങ്കിലും പാകിസ്ഥാനും ബംഗ്ലാദേശും ഉൾപ്പെടുന്ന അഖണ്ഡം നിങ്ങളുടെ കൺസെപ്റ്റാണ് ബി ഗോപാലകൃഷ്ണ. അല്ലാന്ന് പറഞ്ഞല്ലോ. പാകിസ്ഥാനും ബംഗ്ലാദേശും ഉൾപ്പെടുന്ന അഖണ്ഡം നിങ്ങളുടെ മാത്രം കൺസെപ്റ്റാണ്, നിങ്ങൾ ആരാധിക്കുന്ന സങ്കല്പമാണ്. അത് എന്റെയോ ബാക്കിയുള്ളവരുടെയോ സങ്കല്പം അല്ല. പാകിസ്ഥാൻ ചേർത്ത് എന്ത് സങ്കല്പം? നിങ്ങൾ ഒരു കാര്യം, ഞാനിപ്പോ ഈ നമ്മുടെ കൂടപ്പുറപ്പുകളെ വെടിവെച്ചോ പാകിസ്ഥാനെ ചേർത്ത് എന്ത് സങ്കല്പം ബി ഗോപാലകൃഷ്ണ? നിങ്ങൾ ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയും. നിങ്ങളുടെ മനസ്സിലുള്ളത് ആ ഭാരതമാതാവിൻ്റെ ചിത്രത്തിൻ്റെ പുറകിൽ ഒരു ഭൂപടമുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത്. ഒരു കാര്യം ചെയ്യാൻ, നമുക്ക് ആ ഭൂപടം എടുത്തു മാറ്റിയാൽ, ഭൂപടമില്ലാതെ വെറുതെ പ്ലെയിൻ ആയിട്ട് ആദ്യം ഭൂപടം എടുത്ത് മാറ്റി. ഇടയ്ക്ക് നിങ്ങൾ എടുത്ത് മാറ്റി, BJPയുടെ പരിപാടി വന്നപ്പോൾ പിന്നെ അതിന് വിമർശനം ഉണ്ടായപ്പോഴേക്കും പിന്നെയും ബാക്കി ഭൂപടം വന്നു. ആദ്യം ഭൂപടം എടുത്ത് മാറ്റി, ഒന്ന് എവിടെയെങ്കിലും ഉറച്ചു നിൽക്കുക. അഖണ്ഡത്തെ ഒരു ചോദ്യം ഉണ്ടാകുമ്പോൾ അഖണ്ഡം മാറ്റിയേക്കാം എന്ന് പറയുന്നതാണോ നിലപാട്? അഖണ്ഡത്തെ ഒരു ചോദ്യം വരുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം മുട്ടും എന്നാൽ അഖണ്ഡം അങ്ങ് മാറ്റിയേക്കാം എന്ന് പറയുന്നതാണോ സാറേ നിലപാട്? നിങ്ങൾക്കാണ് ഉത്തരം മുട്ടുന്നത്. ഭാരതമാതാവ് എന്ന് പറയുന്ന സങ്കല്പം വസുദൈവ കുടുംബകം എന്ന സങ്കല്പമാണ്. ഭാരതം എന്ന് പറയുന്നത്, അല്ല അമ്മ എന്ന് പറയുന്നത് ഈ പൃഥ്വിയെ കുറിച്ചാണ്. ഞാൻ നിങ്ങളോട് വാദിച്ച് ചോദിക്കുകയാണ്, നിങ്ങളുടെ പ്രശ്നം എന്താ? ആ ഭൂപടമാണ്. ഒരു കാര്യം, ഞാൻ ഭൂപടം അങ്ങോട്ട് മാറ്റിവെച്ചാൽ നമുക്ക് അംഗീകരിക്കോ? നിങ്ങൾക്ക് ഭാരതം നിങ്ങൾക്ക് താല്പര്യമുള്ളപ്പം അഖണ്ഡം വെക്കും, നിങ്ങൾക്ക് താല്പര്യമുള്ള അഖണ്ഡം മാറ്റും. അതൊക്കെ അംഗീകരിക്കാൻ നമ്മളോ? അതെന്താ ശരിയാവും? അങ്ങനെ ശരിയാവുക മാറ്റില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നാ ചോദിച്ചേ. എന്റെ താല്പര്യം അല്ലല്ലോ. നിങ്ങളുടേതാണ്. അല്ല, എന്റെ താല്പര്യം അല്ലല്ലോ. നിങ്ങൾ സമ്മതിക്കോ? അല്ല ബി ഗോപാൽ, എന്റെ താല്പര്യമാണ്. ഉത്തരം പറയേ. നിങ്ങളുടെ സങ്കല്പം, നിങ്ങളുടെ സിമ്പൽ, നിങ്ങളുടെ അഖണ്ഡം നിങ്ങൾ തീരുമാനിക്കണ്ടേ? അത് ഞാനെന്താവുന്ന താല്പര്യം ഉണ്ടാവും. രാജ്യദ്രോഹികളുടെ പാകിസ്ഥാൻ ചേർത്ത സങ്കല്പം വെച്ചാ പറയുന്നത് രാജ്യദ്രോഹി. പാകിസ്ഥാൻ ചേർത്ത സങ്കല്പത്തിന് വേണ്ടി വാദിക്കുന്ന ബി ഗോപാലകൃഷ്ണൻ പറയുക രാജ്യസ്നേഹവും രാജ്യദ്രോഹവും പരിഹാസ്യമാവല്ലേ ബി ഗോപാലകൃഷ്ണ? എന്തേ ഹൈക്കോടതി പറഞ്ഞത്? എന്താ കേരള ഹൈക്കോടതിയിലെ ആളുകൾ പാകിസ്ഥാൻകാരാണോ? കേരള ഹൈക്കോടതിയിലെ ചോദ്യം ഉണ്ടായിരുന്നല്ലോ, എന്തേ പിൻവലിച്ചോടിയത്? ഹർജി പിൻവലിച്ചോടിയത് ഹൈക്കോടതിയിലിരിക്കുന്ന ജഡ്ജസ് പാകിസ്ഥാൻകാരാണോ? മാന്യതയോടെ സംസാരിക്കും മിസ്റ്റർ. അതൊരു പാകിസ്ഥാനെ ചേർത്ത് വെക്കുന്ന സങ്കല്പത്തെ ആരാധിക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും ചെയ്യുന്ന ബി ഗോപാലകൃഷ്ണൻ രാജ്യദ്രോഹവും രാജ്യസ്നേഹവും പറയുകയാണോ? പരിഹാസ്യമാവല്ലേ ബി ഗോപാലകൃഷ്ണ? അറ്റ്ലീസ്റ്റ് പറ, പാകിസ്ഥാൻ ചേർത്ത് വെക്കുന്ന അഖണ്ഡം എന്റെ സങ്കല്പമല്ല എന്ന് പറ. എന്നിട്ട് പറ രാജ്യസ്നേഹം. ഞാനത് പറയുന്നുണ്ടല്ലോ. എന്റെ 26 കൂടപ്പുറപ്പുകളെ വെടിവെച്ചു വന്ന പാകിസ്ഥാൻ ചേർത്ത ഒരു സങ്കല്പത്തിനും ഒരു സമവായത്തിനും ഞാൻ തയ്യാറല്ല എന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ.
ബി ഗോപാലകൃഷ്ണൻ പറയാൻ പറ്റുമോ അഖണ്ഡം വെച്ചിട്ട്? നിങ്ങൾക്ക് വല്ലാത്ത പാകിസ്ഥാൻ, നിങ്ങൾക്ക് ഭയങ്കര പാകിസ്ഥാൻ വിരുദ്ധതയാണല്ലോ. ഞങ്ങൾ ഒരു കാര്യം പറയാം, ഞങ്ങളെ സംബന്ധിച്ച് ഗോപാലകൃഷ്ണൻ പാകിസ്ഥാനെ ചേർത്ത് വെച്ച് സംസാരിക്കുക, തള്ളിപ്പറയാൻ തയ്യാറാവാതെ ഉരുളുക, എനിക്ക് ആ പ്രശ്നമില്ലല്ലോ. മനസ്സിലായോ? അതിന് എന്തുരുളണെന്ന് നിങ്ങൾ എന്താ ഉരുളെന്ന് പറഞ്ഞത്? പാകിസ്ഥാൻ അടക്കം ഈ നാട്, ഈ ഭാരതം എന്ന് പറയുന്നത്, അഖണ്ഡമായ ഭാരത സങ്കല്പം എന്ന് പറയുന്നത്, ഈ ഭൂമിയെ, ഈ പ്രപഞ്ചത്തെ, അതിൽ പാകിസ്ഥാനുമുണ്ട്, ബംഗ്ലാദേശുമുണ്ട്, ഇതെല്ലാം ഒരു ആശയപരമായിട്ട് ഏത് രാജ്യങ്ങളാണെന്ന് അറിയാത്തൊന്നുമല്ല. ആശയപരമായി സംസാരിക്കും. ഞാനൊരു കഴിഞ്ഞോട്ടെ, ഞാനിവിടെ വന്നപ്പോ നിക്ക് ആ വർത്താനൊന്നും പറയണ്ട. ഞാനിവിടെ വന്നപ്പോ നിങ്ങൾ പറഞ്ഞ അങ്ങനെയല്ലല്ലോ. RSS എന്തിന് വാടകയ്ക്ക് കൊടുത്തു എന്നാണല്ലോ നിങ്ങൾ ചോദിച്ചത്. അതിന് നിങ്ങൾ ഉത്തരം പറഞ്ഞ RSS വാടകയ്ക്ക് കൊടുക്കാൻ പാടില്ലെന്നേ. നിങ്ങൾ കൊടുക്കാൻ പാടില്ല, ഇവിടുത്തെ CPM കൊടുക്കാൻ പാടില്ല, കോൺഗ്രസിന് കൊടുക്കാൻ പാടില്ല, BJP കൊടുക്കാൻ പാടില്ല. സെനറ്റുകൾ എന്ന് പറയുന്ന അക്കാദമിക് പരിപാടിക്കുള്ള സാധനം. അങ്ങനെ ഞാൻ പറയുന്നത്. നിങ്ങളെ കാര്യം എന്താ അറിയാം? ഇന്ന് നിങ്ങൾ നിങ്ങളുടെ പൊളിറ്റിക്കൽ സിമ്പൽ കൊണ്ട് വെച്ചാൽ നാളെ അരിവാൾ ചുറ്റി കൊണ്ട് വെക്കും, മറ്റൊരാൾ കൈപ്പത്തി കൊണ്ട് വെക്കും, മറ്റു പരിപാടി അവിടെ നടക്കും. വിവരമില്ലാത്തതുകൊണ്ടാ അത് സെനറ്റ് ഹാളാ. നിങ്ങളൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും രാഷ്ട്രീയ ചിഹ്നം അവിടെ വെച്ചോ? വെക്കരുത്. അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള പരിപാടിയിൽ അടിയന്തരാവസ്ഥയിലെ ജനങ്ങൾ മുദ്രാവാക്യം വിളിച്ചത് ഭാരതമാതാവാ. അതുകൊണ്ട് ഭാരതമാതാവിന്റെ ചിത്രം വെച്ചത്. അതിലെവിടെ മതം, അതിലെവിടെ രാഷ്ട്രീയം? നമുക്ക് അഖണ്ഡത്തിലേക്ക് പോകണ്ട. അങ്ങേക്ക് പാകിസ്ഥാനെ തള്ളിപ്പറയാൻ പറ്റാത്ത പ്രശ്നം ഉണ്ടാവും. അഖണ്ഡത്തിൽ പോകാൻ തയ്യാറാണ്. അഖണ്ഡ ഭാരതം അത് ഞങ്ങളുടെ സങ്കല്പം തന്നെ. ഈ ഭൂമിയെ മാതാവായി കാണുന്നു. ഏത് പാകിസ്ഥാൻ ചേർന്ന അഖണ്ഡം? ന്യൂനപക്ഷ കുരുത്തം ബംഗ്ലാദേശ് ചേർന്ന അഖണ്ഡം. സങ്കല്പം നിങ്ങൾ ഈ പറയുന്ന പാക് വിരോധത്തിന് വല്ല ആത്മാർത്ഥതയുണ്ടോ? ശരി, ഓക്കെ. അല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് അല്ലല്ല ശരി, ഓക്കെ, പോണ്ട. അങ്ങനെയാണെങ്കിൽ ജനഗണമന നമുക്ക് വെട്ടിക്കളയണ്ടേ? ജനഗണമനയിൽ സിന്ധ് ഉണ്ടല്ലോ, പാകിസ്ഥാനിലെ സിന്ധ് എനിക്ക് വേണ്ട എന്നങ്ങ് പറ, കേക്കട്ടെ. പാകിസ്ഥാനിലിരിക്കുന്ന സിന്ധ് ഞങ്ങൾക്ക് വേണ്ട, അത് പാടാൻ സൗകര്യമില്ല എന്ന് പറ. ജനഗണമന വെട്ടിക്കളയണ്ട. എന്നാലേ എന്റെ പൊന്നു വിവരമില്ലാതെ സംസാരിക്കല്ലേ. ഇതൊരു സങ്കല്പമാണ്, മനസ്സിലായോ? പിന്നെ ജനഗണമന വെട്ടാന്ന്, ജനഗണമന വെട്ടാൻ നമുക്ക് വെട്ടാൻ തയ്യാറാണോ? നമ്മൾ അഖണ്ഡത്തിൽ നിൽക്കണ്ട. ശരി, നമുക്ക് അഖണ്ഡത്തിൽ നിൽക്കണ്ട. അഖണ്ഡത്തിൽ എനിക്കൊരു നിലപാട് വ്യക്തമാണ്. എന്റെ കൂടപ്പുറപ്പുകളെ വെടിവെച്ച് കൊല്ലുന്ന, എന്റെ രാജ്യത്തിന് നിരന്തരം ഉപദ്രവിക്കുന്ന ഒരു രാജ്യത്തെ ചേർത്ത് വെച്ച് ഒരു സങ്കല്പമല്ല. അത്രേ ഉള്ളൂ. നമുക്ക് അതിൽ നിൽക്കണ്ട. എന്റെ കൂടപ്പുറപ്പുകളെ വെടിവെച്ച് കൊന്ന, എന്റെ രാജ്യത്തിനെതിരെ നിരന്തരം ഉപദ്രവിക്കുന്ന ഒരു രാജ്യത്തെ ചേർത്ത് വെച്ച സങ്കല്പം എനിക്കില്ല. ബി ഗോപാലകൃഷ്ണൻ, നിങ്ങളുടെ മിസ്റ്റർ ആഷ്മി നിങ്ങളുടെ സംഭാഷണം പാകിസ്ഥാൻകാരന്റെ തുറപ്പിയിട്ട് ബി ഗോപാലകൃഷ്ണൻ ഉത്തരം മുട്ടിയപ്പോ തുറപ്പിയിട്ടെടുത്തിട്ടു. ബി ഗോപാലകൃഷ്ണ പാകിസ്ഥാനെ തള്ളിപ്പറയാൻ പറ്റുന്ന ഉള്ളുന്ന എവിടുന്ന്? ബി ഗോപാലകൃഷ്ണൻ പാകിസ്ഥാനെ തള്ളിപ്പറയാതെ അഖണ്ഡമെന്ന് ഉട്ടോപ്യൻ സംസ്കാരം പറഞ്ഞെടുത്ത് ഉരുളുക. എന്നിട്ട് എന്നോട് പറയുന്നു പാകിസ്ഥാന്റെ ശബ്ദം. ഞാൻ അപ്പോഴും പറയണു ഭാരതമാതാവ് വെട്ടി വേർക്കുക ബി ഗോപാലകൃഷ്ണൻ. പാകിസ്ഥാനെ തള്ളിപ്പറയാൻ കഴിയാതെ അഖണ്ഡമെന്ന് കെട്ടിപ്പിടിച്ച് വെട്ടി വേർക്കുക ബി ഗോപാലകൃഷ്ണൻ. എന്നിട്ട് എന്നെ പാകിസ്ഥാൻകാരനെന്നോ? ഉളുപ്പ് വേണ്ടേ ബി ഗോപാലകൃഷ്ണ? പാകിസ്ഥാൻകാർ ശരി, ഓക്കെ. ഭാരതമാതാവിനെ എതിർക്കുന്നവരാണ് പാകിസ്ഥാൻകാർ. ഭാരതമാതാവിനെ എതിർക്കുന്നവരാണ് പാകിസ്ഥാൻകാർ. അഖണ്ഡം തള്ളിപ്പറയോ? അഖണ്ഡം തള്ളിപ്പറയാൻ ധൈര്യമുണ്ടോ? ബി ഗോപാലകൃഷ്ണ? ആ പാകിസ്ഥാനെ ചേർത്ത് പിടിക്കുന്ന അഖണ്ഡം തള്ളിപ്പറയാൻ ബി ഗോപാലകൃഷ്ണ ധൈര്യമുണ്ടോ? ഈ പ്രപഞ്ചം മുഴുവൻ ഭാരതമാ. ഈ പ്രപഞ്ചം മുഴുവൻ ഭാരതമാതാവെന്ന് ചിന്തിക്കുന്നവരാ ഞങ്ങൾ. ഭാരതമാതാവെന്ന് ചിന്തിക്കുന്നവരാ ഞങ്ങൾ. പാകിസ്ഥാനുള്ള അഖണ്ഡം പിടിച്ചോ? ഒരു തർക്കമില്ല, ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ ആരാധന, പക്ഷെ നിങ്ങളുടെ ശരി, അത് നിങ്ങളുടെ സ്വകാര്യതകൾ വേണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഓക്കെ, ശരി, നമുക്ക് അതിൽ നിൽക്കണ്ട. ഓക്കെ, ശരൽകുമാർ, ശരി, ആയിക്കോട്ടെ. ആർക്കും അത് കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായി. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ശ്രീ അനിൽകുമാർ, ആയിക്കോട്ടെ. ശ്രീ കെ അനിൽകുമാർ, പാകിസ്ഥാൻ. ഒരു സെക്കൻഡും കൂടി പറഞ്ഞു ഞാൻ തീർക്കാം. പറയൂ. അല്ല, ഒരു മിനിറ്റ് ആഷ്മിയെ ഒരു സെക്കൻഡ് പറഞ്ഞു തീർക്കാം. ഒരു മിനിറ്റ്. കാരണം എന്നോട് നിങ്ങൾ ചോദിച്ച ചോദ്യമുണ്ടല്ലോ, ആ ചോദ്യത്തിന് ഉത്തരം ഒന്നേ ഉള്ളൂ. വിദ്യാർത്ഥികളുടെ വിഷയത്തിലാണ് ചർച്ച ചെയ്യേണ്ടത്. വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു ഇഷ്യൂ, ബേസിക് ഇഷ്യൂ, സമൂഹത്തെ ബാധിക്കുന്നതാണ് ചർച്ച ചെയ്യേണ്ടത്. സെനറ്റ് ഹാൾ വാടകയ്ക്ക് കൊടുത്തതാണ്. ഇനി നിങ്ങൾ പറഞ്ഞു മതപരമായ, കഴിഞ്ഞ ഡിസംബറിൽ, ഒറ്റ മിനിറ്റ്,
കഴിഞ്ഞ ഡിസംബറിൽ ഇഫ്താർ നടന്നു അവിടെ, ആ. ബാങ്ക് വിളിച്ചവിടെ, നിസ്കരിച്ചു അവിടെ. കഴിഞ്ഞ ഡിസംബറിൽ അവിടെ ക്രിസ്മസ് ആഘോഷം നടന്നു. ഒരു മതപരിപാടിക്ക് അപ്പോഴൊന്നും വിട്ടുകൊടുത്തൂടാ കണ്ടില്ലല്ലോ ഈ ബഹളം. ഒരു ആഘോഷം വിട്ടുകൊടുക്കേണ്ട ഇനി ഞാൻ കാര്യമില്ല. വേറൊരു കാര്യം അവിടെ അക്കാദമി ചോദിക്കാം. നടന്നാൽ മതി. അതാ കൊടുത്തൂന്നേ. നമ്മുടെ നിലപാട്. തെറ്റാണത്. ഇത് മതമല്ല. തെറ്റാണ്. ഇവിടെ മതമല്ല. മതപരിപാടിക്ക് ഞാൻ വിട്ടുകൊടുത്തപ്പോൾ തെറ്റെന്നേ പറയൂ. ആരും ഓക്കെ, വേണ്ടിയില്ല. ഇത് ശരി. മതമല്ല. ഓക്കെ, ഇത് സി കെ അൽകുമാർ, മതമല്ല. അല്ല, താങ്കൾ തന്നെ പറഞ്ഞു ഇഫ്താറും ക്രിസ്മസ് പരിപാടി ചേർത്ത് വെച്ച് താങ്കളാ പറഞ്ഞു. ഓക്കെ, വിട്ടേക്കൂ.